എനിക്ക് ഇന്ന് തന്നിരിക്കുന്നത് ഗലാത്യ പുസ്തകം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള വാക്യങ്ങളെ ആധാരമാക്കി ദ ഫ്രൂട്ട് ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇൻ വിറ്റ്നസ് എന്നുള്ള ഒരു ടോപ്പിക്കിലാണ് ഞാൻ അല്പസമയം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കറിയാം, ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ ലേഖനത്തിൽ എഴുതുമ്പോൾ ഒരു സീരിയസ് ആയിട്ടുള്ളൊരു മാറ്ററിനെ അവിടെ അദ്ദേഹം പ്രസൻറ്റ് ചെയ്യുന്നതായിട്ട് നാം കാണുവാൻ സാധിക്കുന്നുണ്ട്. ആത്മാവിൻ്റെ ഫലങ്ങളായിട്ട് നാം ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ 9 ഫലങ്ങളും ദാറ്റ് ഈസ് എ വിസിബിൾ സൈൻ ഓഫ് എ ഹോളി സ്പിരിറ്റ്. ഒരു വ്യക്തിയിൽ, ഒരു ക്രിസ്തീയ വിശ്വാസിയിൽ പരിശുദ്ധാത്മാവ് നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവായിട്ടാണ് ഈ 9 ഫലങ്ങളെക്കുറിച്ചും പൗലോസ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, പൗലോസ് ഇവിടെ ഒരു സീരിയസ് ഇഷ്യൂ, ഒരു എത്തിക്കൽ ഇഷ്യൂ ആണ് ഇവിടെ ഡീൽ ചെയ്യുന്നത്. 22-ാം വാക്യത്തിൻ്റെ മുകളിൽ നാം വായിക്കുമ്പോൾ ശരീരത്തിൻ്റെ വർക്കിനെക്കുറിച്ചും ഫ്രൂട്ട്സിനെക്കുറിച്ചും പറഞ്ഞ ശേഷമാണ് ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നത്. അതായത് പൗലോസ് അവിടെ ഒരു ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ്. ശരീരത്തിൻ്റെ പ്രവൃത്തികളെ ആത്മീയ രീതിയിൽ എങ്ങനെ മാറ്റിക്കൊണ്ടുവരണം എന്ന് താനോട് പറയുന്ന ഒരു ഭാഗമാണ് നമ്മുടെ കോണ്ടെക്സ്റ്റായിട്ട് എടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തിൽ ഈ ആത്മാവിൻ്റെ ഫലങ്ങൾ സാക്ഷി എന്ന രീതിയിൽ എങ്ങനെ പ്രയോജനപ്പെടാം എന്നാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഇന്നലെ രാത്രിയിലെ ഏറ്റവും അവസാനത്തെ മെസ്സേജ് കൊടുത്ത ഡോക്ടർ മോനിസ് ജോർജ് തൻ്റെ അവസാന വാക്കുകൾ ഇങ്ങനെ പറഞ്ഞു. സാക്ഷിയെക്കുറിച്ച് ഒരു ഡെഫിനീഷൻ കൊടുത്തു. അത് നിങ്ങൾക്കറിയാം, 1 ജോൺ 1:1 1 യോഹന്നാൻ്റെ ലേഖനം അതിൻ്റെ 1:1 പറയുന്നുണ്ട്, കേട്ടതും കണ്ടതും അനുഭവിച്ചതുമുള്ള കാര്യങ്ങളെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതാണ് സാക്ഷി എന്നുള്ളത്. സാക്ഷി എന്നുള്ളത് എ ലീഗൽ വേർഡ്. കാരണം ഇതൊക്കെ കോർട്ടുകളിൽ ഉപയോഗിക്കുന്നതാണ്. ഒരു വ്യക്തിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിനെതിരായിട്ടുള്ള ചാർജസ് ഫ്രെയിം ചെയ്യുവാൻ, അദ്ദേഹത്തിന് എതിരായിട്ടുള്ള കുറ്റങ്ങളെ, ആരോപിക്കപ്പെട്ട കുറ്റങ്ങളെ തെളിയിക്കപ്പെടണമെങ്കിൽ അതിനെ സാക്ഷികളെ എടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഒരു വ്യക്തി ഒരു ഇൻസിഡൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ കൺഫെഷനെയാണ് സാക്ഷിയായിട്ട് നമ്മളിവിടെ പറയുന്നത്. ഈ സാക്ഷി എന്ന അല്ലെങ്കിൽ സാക്ഷ്യം എന്നുള്ള വാക്കിനെ നമ്മൾ വി ട്രൈ ടു പുട്ട് ഇൻ എ അതർ സെൻസ്. ഇറ്റ് ഈസ് ടോക്കിംഗ് അബൌട്ട് ദി ഇവാഞ്ചലിസം വർക്ക്. ഇത് സുവിശേഷീകരണമായിട്ട് ബന്ധപ്പെട്ടാണ് പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ സമയത്ത് ഒരു കൊട്ടേഷൻ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. അത് ഫ്രാൻസിസ് ഓഫ് അസീസിൻ്റെതാണ്. പ്രീച്ച് ദ ഗോസ്പൽ അറ്റ് ഓൾ ടൈംസ് വെൻ നെസസറി യൂസ് ദ വേർഡ്സ്. അതായത് സുവിശേഷം എപ്പോഴും പ്രസംഗിക്കുക, ആവശ്യമെങ്കിൽ വാക്കുകൾ ഉച്ചരിക്കുക എന്നുള്ളതാണ്. ഇവാഞ്ചലിസം അല്ലെങ്കിൽ സുവിശേഷീകരണം അല്ലെങ്കിൽ സാക്ഷ്യവുമായിട്ട് ബന്ധപ്പെട്ട് നാം പറയുമ്പോൾ യേശുവിനെ മറ്റുള്ളവരിലേക്ക് പരിചയപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയാണ് സാക്ഷ്യം അല്ലെങ്കിൽ സുവിശേഷീകരണം അല്ലെങ്കിൽ ഇവാഞ്ചലിസം എന്ന് പറയുന്നത്. അതിനൊരു ഡെഫിനിഷൻ നാം പഠിച്ചാൽ, മിഷിയോളജിസ്റ്റിൻ്റെ അഭിപ്രായത്തിൽ നമുക്ക് വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികളെ കൊണ്ടോ യേശുവിനെ മറ്റുള്ളവരിലേക്ക് നാം പകർന്നു കൊടുക്കുവാൻ അറിവ് കൊടുക്കുന്ന ഒരു കാര്യത്തെയാണ് സാക്ഷ്യം അല്ലെങ്കിൽ സുവിശേഷീകരണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇവിടെ പറയുന്നത്. നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവമക്കളായ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളെ 2ആയിട്ട് വിഭാജിക്കാം. ആദ്യത്തെ വിഷയം ഇതാണ്, വി ആർ റൈറ്റ് ടു ബി കോൾഡ് ആസ് ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ മക്കൾ എന്ന് അറിയപ്പെടുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു. അതിൽ കൂടെ ദൈവീയ അനുഗ്രഹങ്ങളെ ദൈവം നമുക്ക് തരുന്നു. അതിൻ്റെ സെക്കൻഡ് പോർഷൻ എന്ന് പറയുന്നത്, നാം ദൈവത്തിൻ്റെ ദാസന്മാരാണ്. ദൈവത്തിൻ്റെ ദാസന്മാരായിരിക്കുമ്പോൾ നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് മറ്റുള്ളവരിൽ യേശുവിനെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ യേശുവിനെ പരിചയപ്പെടുത്തുന്ന വ്യക്തി, ആ വ്യക്തി എങ്ങനെയുള്ള വ്യക്തി ആയിരിക്കണം എന്ന് നമുക്കിവിടെ നിന്ന് കാണുവാൻ സാധിക്കുന്നു. യേശുവിനെ പരിചയപ്പെടുത്തുന്ന വ്യക്തി തൻ്റെ വാക്കുകൾ കൊണ്ട് പറയുന്നതിനപ്പുറമായിട്ട് തൻ്റെ ജീവിതമാണ് ഒരു ലിവിങ് ടെസ്റ്റിമണി ആയിട്ട് മറ്റുള്ളവരിലേക്ക് കൊടുക്കേണ്ടത്. ഹല്ലേലൂയ. നാം പലപ്പോഴും റോങ് ഇൻ്റർപ്രിട്ടേഷൻ പലപ്പോഴും കൊടുക്കാറുണ്ട്. നിങ്ങൾക്കറിയാം, ഞാൻ ഒറീസയിൽ നിന്നാണ് വരുന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു ശുശ്രൂഷകനെ സുവിശേഷ വിരോധികൾ അടിക്കുകയുണ്ടായി. അപ്പോൾ അവർ
അദ്ദേഹത്തിന് എതിരായിട്ട് പോലീസിൽ കൊടുത്തിരിക്കുന്ന പരാതിയിൽ പറയുന്നത് ഇവർ വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവരുടെ ദൈവത്തിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ രോഗസൗഖ്യമുണ്ട്, ഇവരുടെ ദൈവത്തിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാൽ അവരുടെ ബുദ്ധിമുട്ടുകൾ മാറും, ഇവരുടെ ദൈവത്തിൻ്റെ പേരിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്നുള്ളത് ഫാൾസ് പ്രോമിസ് കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾക്കറിയാമോ, സുവിശേഷം ഒരിക്കലും തെറ്റായ പ്രചരണം ഒരിക്കലും ഒരു സമൂഹത്തിലും ഒരിക്കലും കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുത്തിരുന്നെങ്കിൽ ക്രിസ്തീയ സഭകൾ ഇന്നും വളരത്തില്ലായിരുന്നു. ഞാൻ ഈ ഒറീസയിൽ മാർക്കറ്റിങ്ങിന് ചിലപ്പോൾ പോകാറുണ്ട്. മാർക്കറ്റിങ്ങിന് പോകുമ്പോൾ വിശേഷിച്ച് ഞങ്ങളുടെ ബൈബിൾ കോളേജുമായിട്ട് ബന്ധപ്പെട്ട്, അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒരു ശീലമുണ്ട്. അവിടെ ഈ പച്ചക്കറിക്കൊക്കെ അവർ വില വിളിച്ചു പറയും. പയറാണെങ്കിൽ വിളിച്ചു പറയും, ബീൻസ് ആണെങ്കിൽ വിളിച്ചു പറയും 10 രൂപ 10 രൂപ 10 രൂപ എന്ന് പറയും. അപ്പോൾ 10 രൂപ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും വിലക്കുറവാണല്ലോ, അങ്ങോട്ട് ചെല്ലാമെന്ന് ഓർക്കും. പക്ഷെ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവരോട് പറയുന്നത്, സാറേ 10 രൂപ എന്ന് പറഞ്ഞ 1 കിലോയ്ക്കല്ല, അത് 1/4 കിലോയ്ക്കാണ്, ഏക്ക് പാവ്. അപ്പം ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തുകൊണ്ട് 1 കിലോയ്ക്ക് പറയാറില്ല? പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വരത്തില്ല സാറേ, ചീപ്പായിട്ടാണെങ്കിൽ ആൾക്കാർ വന്ന് മേടിക്കുമെന്ന് പറയുന്നു. ഞാനിത് പറഞ്ഞത്, യേശുവിനെ നാം ലോകത്തിൻ്റെ മുമ്പിൽ പരിചയപ്പെടുത്തുമ്പോൾ ശരിയായ എസൻസിൽ യേശുവിനെ ലോകത്തിൽ നാം പരിചയപ്പെടുത്തണമെങ്കിൽ ഈ പരിചയപ്പെടുത്തുന്ന വ്യക്തിയുടെ ക്രെഡിബിലിറ്റി ഒരു ഇമ്പോർട്ടൻ്റ് എലമെൻ്റ് ആയിട്ട് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നാം ജീവിക്കുന്ന സമൂഹം, ദൈവം നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു പ്രേരണയുടെ കാരണമായി തീരണം. കാരണം ബൈബിൾ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ടല്ലോ, വിറ്റ്നസിങ് ത്രൂ ദ ക്യാരക്ടർ. നമ്മുടെ സ്വഭാവം കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ കാണിക്കുക, നമ്മുടെ ജീവിതം മറ്റുള്ളവർക്കൊരു പാഠമായി തീരട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം നാട്ടിൽ വന്നപ്പോൾ ഒരാൾ പറയുന്നത് കേട്ടു, ഒരു കാലത്ത് പെന്തക്കോസ് എന്നുകാരെന്ന് പറഞ്ഞാൽ ഒരു ഗ്യാരണ്ടി ആയിരുന്നു. അപ്പോൾ പെന്തക്കോസുകാരനാന്ന് പറഞ്ഞാൽ ആൾക്കാർക്കൊരു വിശ്വാസമുണ്ടായിരുന്നു. ഇന്ന് പെന്തക്കോസുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്യാരണ്ടി നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്നുണ്ട്. ഞാൻ ഈ സമയത്ത് ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, മറിച്ച് ഒരു കാര്യം നമ്മുടെ ചിന്തയിലേക്ക് നാം കൊണ്ടുവരുന്നതായിട്ടുണ്ട്. എന്താണ് നമ്മുടെ സമൂഹങ്ങളിൽ പറ്റിയ പരാജയം? നമ്മുടെ സമൂഹങ്ങളിൽപ്പെട്ട പരാജയം ഒന്നേ ഉള്ളൂ, പരിശുദ്ധാത്മാവിൻ്റെ റോള് നമ്മുടെ ജീവിതങ്ങളിൽ പ്രകാശിക്കേണ്ടത് അത് എവിടെയോ നാം മിസ്സായിട്ടുണ്ട്. അതുകൊണ്ട് നാം പറയുന്ന മെസ്സേജിനെ ആൾക്കാർക്ക് അതിൻ്റെ നല്ല അർത്ഥത്തിൽ എടുക്കുവാൻ പറ്റുന്നുള്ളതാണ്. നമ്മുടെ ജീവിതം, നാം ജീവിക്കുന്ന സമൂഹത്തിൽ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് നാം പറയുന്ന മെസ്സേജുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്നെങ്കിൽ അത് ജനങ്ങളിലേക്ക് ഒരു മാറ്റത്തിൻ്റെ കാരണമായി തീരും. ഹിന്ദിയിലും ഒറിയയിലൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, ആചരണോ എവം ഉച്ചാരണോ എന്ന്. അതായത് ഇംഗ്ലീഷിൽ ഷോർട്ടായിട്ട് പറഞ്ഞാൽ ദ ലിപ്പ് ആൻഡ് ദ ലൈഫ്. നാം എന്തു പറയുന്നുവോ ആ പറയുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ നാം കാണിച്ചു കൊടുക്കുമ്പോഴാണ് നാം പറയുന്ന മെസ്സേജിൻ്റെ ഗ്യാരണ്ടി നാം പറയുന്ന സമൂഹത്തിൽ മനസ്സിലാകുവാൻ കഴിയുന്നത്. നിങ്ങൾക്കറിയാം, ഇന്ന് ക്രൈസ്തവ സഭ വളരെ വലിയൊരു മൂല്യച്യുതിയിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ദൈവവചനത്തിന് മാറ്റം വന്നിട്ടില്ല, ദൈവവചനത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങൾക്ക് മാറ്റം വരുത്തിയിട്ടില്ല. എന്നാൽ എവിടെയോ ദൈവത്തെ അറിയുന്ന ദൈവജനങ്ങളുടെ നടുവിൽ അവരുടെ വ്യക്തിത്വത്തിൻ്റെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു പോയൊരു സമൂഹത്തിൽ നാം എങ്ങനെയോ ഇവിടെ ജീവിക്കുന്ന ഒരു സമൂഹമായി മാറി വരുന്നു. ഈ 102-ാം കൺവെൻഷനിൽ പങ്കെടുക്കുന്ന, ഈ വചനം കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയുവാനുള്ള ഒരു കാര്യം, ഇൻക്ലൂഡിങ് മീ, ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ നാളിൽ നമുക്കൊരു മടങ്ങി വരവിൻ്റെ ആവശ്യമുണ്ട്. കാരണം നാം മനസ്സിലാക്കണം, സുവിശേഷത്തിന് മാറ്റമില്ല, അത് അൺചേഞ്ചബിൾ ആണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയൊരു മാറ്റം ആവശ്യമായിട്ട് വരിക്കുന്നു. സ്തോത്രം. നിങ്ങൾക്കറിയാം, അനേക ഉദാഹരണങ്ങൾ പറയാറുണ്ട്. അതിനകത്ത് ഒരു ഉദാഹരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞ് ഞാൻ നിർത്താം. അതിതാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ നാം കാണുന്ന ഭാഗ്യം. അവിടെ നാം കാണുന്ന സഖായിയെക്കുറിച്ചുള്ളൊരു ഭാഗമാണ്. ഈ സഖായി യേശുവിനെ കണ്ടപ്പോൾ സഖായി പെട്ടെന്ന് യേശുവിനോട് പറയുകയാണ്, കർത്താവേ, ഞാൻ അന്യായമായിട്ട് എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് മടക്കി കൊടുക്കാമെന്ന് പറയുകയാണ്. അത് എത്ര ഗുണമാണ്? 4 ഇരട്ടി കൊടുക്കാമെന്നാണ് പറയുന്നത്. പുതിയ നിയമത്തിൽ ഈ ചുങ്കം പിരിവുകാരെ, ടാക്സ് കളക്ടേഴ്സിനെ
സിന്നേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. സിന്നേഴ്സ് എന്ന് പറഞ്ഞാൽ അവർ പട്ടികയിൽപ്പെട്ട പാപങ്ങൾ ചെയ്തവരല്ല, എന്നാൽ അവരുടെ ജീവിതം മുഖാന്തരം സമൂഹത്തിൽ അവർ ചെയ്ത കൊള്ളരുതായ്മകൾ മുഖാന്തരം അവരെ പാപികളായിട്ടാണ് കരുതുന്നത്. അതുകൊണ്ടാണ് യേശു അവരുടെ ഇടയിലേക്ക് പോയപ്പോൾ മറ്റുള്ളവർ പറഞ്ഞത്, പരീശന്മാരും ശാസ്ത്രികളും പറഞ്ഞത്, അവൻ പാപികളുടെ കൂടെ പോയിരിക്കുന്നു പറയുണ്ടായി. അങ്ങനെയുള്ള സക്കായി യേശുവിനെ കാണുവാൻ വേണ്ടി അവിടെ കടന്നു വരുന്നു. നിങ്ങൾക്കറിയാം, ആ പശ്ചാത്തലം നിങ്ങൾക്കറിയാവുന്നത് കൊണ്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എന്നാൽ യേശുവിനെ കണ്ടപ്പോൾ യേശു ഒന്നും പറയുന്നില്ല അദ്ദേഹത്തോട്. നീ പാപിയാണെന്നോ, നീ തെറ്റുകാരനാണെന്നോ, നീ ഗുണപ്പെടണമെന്നോ ഒന്നും പറയുന്നില്ല. യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ പറയുകയാണ്, കർത്താവേ, ഞാൻ 4 ഇരട്ടി ചെയ്യാം. നിങ്ങൾ ഓർക്കുക, ഈ 4 ഇരട്ടി എന്ന് പറയാനായിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടെ ഉണ്ട്. കാരണം പഴയ കാലങ്ങളിൽ ടാക്സ് കളക്ടേഴ്സ് ആകുന്നത് ആ ഏരിയയിലെ ഒരു ഗുണ്ടയായിരിക്കും, അല്ലെങ്കിൽ ആ സമൂഹത്തിലെ ഏറ്റവും വലിയ ഉന്നതനായ ഒരു വ്യക്തിയായിരിക്കാം. അദ്ദേഹത്തിന് ഗവൺമെൻറ് ഒരു താരിഫ് വെച്ചിട്ട് പറയും, ഈ ഏരിയ കുമ്പനാട് ഏരിയയിലുള്ള ടാക്സ് നീ കളക്ട് ചെയ്ത് കൊണ്ടുവരണം, അതുകൊണ്ട് നീ എന്ത് ചെയ്തോളം, എനിക്ക് 100 രൂപ തരണം, നീ എത്ര വേണേലും ഉണ്ടാക്കിക്കോളാം പറയും. അപ്പോൾ ഇവർ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ, ചെറിയ തുകകളാണ് ഗവൺമെൻറ്റിൻ്റെ നിയമം അനുസരിച്ച് കെട്ടേണ്ടതെങ്കിലും അവർ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, വളരെ വലിയ സംഖ്യ സാധാരണക്കാരിൽ നിന്ന് ഇടിച്ചു പിഴിഞ്ഞു വാങ്ങാറുണ്ട്. അതുകൊണ്ട് ഇവരെ കാണുന്നവർ ഓടിപ്പോകും. ഇവർ വരുമ്പോൾ പറയുന്നു, ഇവൻ നശിച്ചു പോകട്ടെ എന്ന് പറഞ്ഞ് അവർ ഓടിപ്പോകാറുണ്ട്. അങ്ങനെ സമൂഹത്തിൽ വെറുക്കപ്പെട്ട് നിന്നവനായിരുന്നു സക്കായി എന്ന് കാണാൻ സാധിക്കും. എന്നാൽ നിങ്ങൾ ഓർക്കണം, ഇങ്ങനെ ചെയ്തു വരുന്നവരാണെങ്കിലും അവൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം അവനെ ആഗ്രഹിച്ചതായിട്ട് നാം കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ തെറ്റുകൾ പറ്റുക എന്നുള്ളത് സ്വാഭാവികമാണ്, ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. എന്നാൽ ഈ തെറ്റുകളിൽ നാം വീണ്ടും അകപ്പെടാതെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു കറക്റ്റ്നെസ്സിലേക്ക് കൊണ്ടുവരാൻ നാം ശ്രമിക്കുന്നെങ്കിൽ മാത്രമേ അത് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒരു പ്രകാശം വരുത്തുന്ന ഒരു വസ്തുതയായി മാറത്തുള്ളൂ. സക്കായി എന്താണ് ചെയ്യുന്നത്? സക്കായി പിറ്റേ ദിവസം തൊട്ട് മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ആൾക്കാരെ കാണുമ്പോൾ അവരോടെല്ലാം വിളിച്ചു വരുത്തുകയാണ്, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, നീ ഇത്തിരി പൈസ എടുത്തോണ്ട് പോക്കും, നീ ഈ പൈസ കൊണ്ടുപോകും. അപ്പോൾ ആൾക്കാർ ഓർത്തടെ, ഇന്നലെ വരെ ഞങ്ങളെയെല്ലാം ബലമായിട്ട് ഫോഴ്സ്ഫുള്ളി പണം കൈപ്പറ്റിയ വ്യക്തി ഇന്നെന്താണ് പറ്റിയത്? ഇന്ന് ഞങ്ങൾക്ക് പണം തരുന്നു. അപ്പോൾ മറ്റുള്ളവരും അവിടെ നിന്നോട് പറഞ്ഞു, ഇന്നലെ അവൻ യേശുവിൻ്റെ കൂടെയായിരുന്നു, യേശുവിൻ്റെ കൂടെ ജീവിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിൽ മാറ്റം വന്നത് അവൻ്റെ പ്രവൃത്തികളിലൂടെ കാണിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രിയമുള്ള ദൈവമക്കളെ, ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ലെറ്റ് us stop to preaching many things about the gospel but try to practice the Christianity in our life. പ്രസംഗത്തിൽ മാത്രം നാം ഊന്നൽ കൊടുക്കാതെ, നമ്മളെല്ലാം വളരെ ഹോമിലിറ്റിക്സും ഹെർമനറ്റിക്സ് ഒക്കെ പഠിക്കുന്നവരാണ്. ഇന്ന് ഓൺലൈനൊക്കെ വന്നതോടുകൂടി നമ്മുടെ ആൾക്കാരൊക്കെ വചനത്തിൻ്റെ വളരെ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്, അവിടെ ആരും തെറ്റില്ല. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ എവിടെയോ ഈ മെസ്സേജിനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില ഘടകങ്ങളുണ്ട്. എന്നാൽ ഇതിനെ മാറ്റുവാൻ കഴിവുണ്ട്. ദൈവാത്മാവ് നമ്മളിലേക്ക് ഭരിക്കുന്നവരാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇവിടെ പറയപ്പെട്ടതായ ആത്മാവിൻ്റെ ഗുണങ്ങളായ സ്നേഹം, ശാന്തി, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് മാറ്റം വരുത്തുവാൻ സാധിക്കും. ഞാൻ ഓൺലൈൻ ക്ലാസ് ഞങ്ങളുടെ അക്കാഡമിക്കൽ പ്രോഗ്രാം നടത്താറുണ്ട്. ഇവാഞ്ചലിസം ക്ലാസ്സിൻ്റെ അവസാന ദിവസം ഞാൻ ആ കുട്ടികളോട് പറഞ്ഞു, അടുത്ത ആഴ്ച നിങ്ങൾ വരുമ്പോൾ നിങ്ങളെല്ലാവരും ഒരാളോട് അതിൽ സുവിശേഷം പറയണം. മടങ്ങി വരുമ്പോൾ എന്നോട് പറയണം എന്തായിരുന്നു നിങ്ങളുടെ റിയാക്ഷൻ. അപ്പം പലരും വന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരാളോട് പറഞ്ഞു, ഞാൻ അവരെ കൊണ്ട് പ്രാർത്ഥിച്ചു, ഞാൻ ഒരാൾക്ക് ബൈബിൾ കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി പറഞ്ഞു, സാറേ ഞാൻ ആരോടും പറഞ്ഞില്ല, പക്ഷേ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ക്ലാസ്മേറ്റ്സ് എല്ലാം കൂടെ വന്ന് എന്നോട് ചോദിച്ചു, ഞങ്ങൾ ഈ പാടാനും ആടാനൊക്കെ പോകുമ്പോൾ നീ എന്തുകൊണ്ടാണ് ഞങ്ങളോട് കൂടാതെ മാറി ഒറ്റയ്ക്കിരിക്കുന്നത്, എന്താണ്, വാട്ട് ഹാപ്പൻ ടു യു? അപ്പോൾ അവൾ പറഞ്ഞു, ഞാനൊരു ചർച്ചിലെ മെമ്പറാണ്, എൻ്റെ സഭ ഇങ്ങനെയുള്ള കാര്യത്തിൽ എന്നെ അനുവദിക്കുന്നില്ല, എൻ്റെ മാതാപിതാക്കൾ എന്നെ അനുവദിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുമെന്ന് പറയുണ്ടായി. ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതം മറ്റുള്ളവരെ പ്രസംഗിക്കുന്നത് കൊണ്ട് മാത്രമല്ല, നമ്മുടെ ജീവിതം മറ്റുള്ളവർക്കൊരു മാതൃകയാണെങ്കിൽ ദൈവവചനം പറയുന്ന സത്യങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ അത് പ്രകാശം പരത്തുന്നതാകണമെങ്കിൽ ആ ദൈവിക ഗുണങ്ങളെ നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ വേണ്ടി സമർപ്പിക്കണം. ചില സമയങ്ങളിൽ നിങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് ഒറീസയിലുള്ള സ്റ്റേറ്റുകളിൽ പരസ്യമായിട്ട് സുവിശേഷം പറയാൻ പറ്റത്തില്ല. നമുക്ക് വളരെ പ്രശ്നങ്ങളുണ്ട് ഈ കാര്യത്തിൽ. ഞാൻ താമസിക്കുന്നതിന് തൊട്ടടുത്തൊരു റിട്ടയർഡ് പ്രിൻസിപ്പാൾ താമസിക്കുന്നുണ്ട്. ഒരു വർഷം മുമ്പ് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു ബൈബിൾ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഞാൻ ഇദ്ദേഹത്തോട് ഒരു പാസ്റ്ററാണെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെങ്കിൽ
ഇദ്ദേഹത്തിന് എൻ്റെ കയ്യിൽ ബൈബിൾ ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലായി? അപ്പോൾ ഞാനൊരു ഒറിയ ബൈബിൾ കൊടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷ് ബൈബിൾ വേണമെന്ന് പറഞ്ഞു. ഞാനത് കൊടുക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞതിനൊരു കാരണം, ചിലപ്പോൾ നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കുന്നില്ല, എന്നാൽ സമൂഹം നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അയൽവാസികൾ നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സഭ നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രസംഗകരായിട്ടുള്ളവരെ കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നാം നടക്കുന്ന പ്രസംഗങ്ങൾ എന്നുമുണ്ട്. എല്ലാ ദിവസവും പ്രസംഗങ്ങളാവും. വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന, ഞായറാഴ്ച 2 പ്രസംഗം, മറ്റു ദിവസങ്ങളെല്ലാം പ്രസംഗങ്ങളാണ്. എന്നാൽ ഈ പ്രസംഗങ്ങൾക്കപ്പുറമായിട്ട് യേശുവിൻ്റെ സാക്ഷികളാകുന്ന നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സ്വഭാവത്തിന് ഒരു മാറ്റം, ഒരു ക്രെഡിബിൾ ചേഞ്ചസ് ഈ ലോകം കാണുന്നെങ്കിൽ നമ്മുടെ പ്രസംഗത്തെക്കാളും എഫക്റ്റ് ആയിരിക്കും ആ സുവിശേഷത്തിൻ്റെ അതോറിറ്റി എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തുകൊള്ളണം. നമ്മളൊരു ലിവിങ് ഗോസ്പലായിട്ട് മാറട്ടെ. പുതിയ നിയമത്തിലെ 4 സുവിശേഷങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ 4 സുവിശേഷകന്മാർ 4 ഓഡിയൻസിനാണ് അവർ എഴുതിയത്. 4 ഓഡിയൻസിന് അവർ എന്തുകൊണ്ട് എഴുതിയെന്ന് ചോദിച്ചാൽ, അവരുടെ കൾച്ചറിനുമായിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ളത് കൊണ്ട് അവർ ആ കൾച്ചറിൽ നിന്നുകൊണ്ട് എഴുതി. നാം താമസിക്കുന്ന സമൂഹം, നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. നമ്മളിവിടെ ആയിരിക്കുന്നത് യേശുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ്. ആ യേശുവിനെ ലോകത്തിൽ പരിചയപ്പെടുത്തുന്ന നമ്മുടെ സാക്ഷ്യമാകാം, നമ്മൾ പറയുന്ന വചനങ്ങളാകാം, നമ്മുടെ ജീവിതമാകാം. നിങ്ങൾക്കറിയാമോ, സുവിശേഷീകരണത്തിന് 4 സ്റ്റെപ്പുകൾ സാറിന് മിഷിയോളജിസ്റ്റ് പറയാറുണ്ട്. 1, യേശുവിനെ കുറിച്ച് പറയുക. 2, അതായത് യേശുവിനെ പരിചയപ്പെടുത്തുക. 2, യേശുവിനെ വിശ്വസിപ്പാൻ ആ വ്യക്തിയെ സഹായിക്കുക. 3, ആ വ്യക്തിയെ സഭയുടെ ഭാഗമാക്കുക. 4, ആ വ്യക്തി മറ്റൊരാളെ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ഒരു കാരണമായി തീരുക. നാം യേശുവിനെ പരിചയപ്പെടുത്തുന്ന വ്യക്തിയായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ ആരാണെന്നുള്ള ഉത്തമ ബോധ്യത്തിലിരിക്കണം. കാരണം നമുക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ പറ്റത്തില്ല. കാരണം ദൈവവചനം പറയുന്ന ക്വാളിറ്റികൾ സുവിശേഷീകരണത്തിൽ ദൈവത്തിൻ്റെ ദാസ്യന്മാരെന്ന രീതിയിൽ ആത്മാവ് നമുക്ക് തന്നിരിക്കുന്ന വിസിബിൾ ഫ്രൂട്ട്സുകളെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. ഇത് ജനങ്ങൾ കാണട്ടെ. ഈ ഫ്രൂട്ട്സ് കാണുന്നവർ ഇവനും യേശുവിൻ്റെ ശിഷ്യനാണെന്ന് ലോകം നമ്മളെ കുറിച്ച് പറയുവാൻ ഒരു അവസരം ഉണ്ടാകട്ടെ. ഒരു വാക്കൂടെ പറഞ്ഞു നിർത്തട്ടെ. താമസിച്ചു പോയിട്ടില്ല. ചിലരൊക്കെ പറയാറുണ്ട്, ഇതെല്ലാം നശിച്ചു പോയി, പെന്തക്കോസ് എല്ലാം തീർന്നു പോയി, വിശ്വാസം എല്ലാം പോയി എന്ന് പറഞ്ഞുകൊണ്ട് പരിതപിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയാം, ഒന്നും ലേറ്റ് ആയിട്ടില്ല. ദിസ് ഈസ് എ ന്യൂ ടൈം ഫോർ അസ്. 102-ാം കൺവെൻഷൻ നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ ടേണിംഗ് ആകട്ടെ. നല്ലൊരു തീരുമാനത്തോടെ നമ്മൾ പോകാം. കർത്താവെ, കഴിഞ്ഞ നാളുകളിൽ സുവിശേഷത്തിനനുസരിച്ച് എൻ്റെ ജീവിതം ക്രമീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ഇന്ന് എനിക്കൊരു അവസരം തരണമേ. ഇന്നു മുതൽ ഞാൻ ഈ സുവിശേഷത്തിൻ്റെ കോട്ടം തട്ടുന്ന ഒന്നും ചെയ്യത്തില്ല. യേശുവിനെ ഉയർത്തുന്ന തടസ്സമായിട്ട് ഒന്നും ചെയ്യത്തില്ല. സമൂഹത്തിൽ കർത്താവിൻ്റെ വചനം മലിനമാകുന്ന ഒരു കാര്യം ഞാൻ ചെയ്യത്തില്ല എന്നുള്ള നല്ല തീരുമാനത്തോടെ നമുക്ക് മുമ്പോട്ട് പോകാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്.